രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 18 വയസ്സ് പൂർത്തിയായവർക്ക് നിർബന്ധിത സൈനിക സേവനം തിരികെ കൊണ്ടുവരാൻ ജർമ്മനി ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രതിരോധകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയത്. റഷ്യയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഭീഷണിയുടെയും യൂറോപ്പിന് കാലാകാലങ്ങളായി അമേരിക്ക നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ജർമ്മനിയുടെ ഈ നിർണായക നീക്കം. 2011 അന്നത്തെ ചാൻസലറായിരുന്ന ആംഗല മെർക്കൽ നിർത്തലാക്കിയ നിർബന്ധിത സൈനിക സേവനം 13 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ജർമ്മനിയുടെ പ്രതിരോധ നയത്തിൽ വലിയ വഴിത്തിരിവാകും. ജർമ്മൻ സൈന്യത്തിന്റെ കുത്തഴിഞ്ഞ സൈനിക സംവിധാനത്തെ പുനഃക്രമീകരിച്ച് ശക്തിപ്പെടുത്തുന്നതിനാണ് നിലവിലെ കൺസർവേറ്റീവ് ചാൻസലർ ഫ്രെഡറിക് മെർസ് മുൻതൂക്കം നൽകുന്നത്. ജർമ്മനിയിലെ സൈനിക ശേഷി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു. സൈനികരുടെ എണ്ണത്തിലുള്ള കുറവ്, ആധുനിക ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും അപര്യാപ്തത, പരിശീലനത്തിലെ കുറവുകൾ എന്നിവയെല്ലാം ബുണ്ടസ്വെയറിന്റെ പ്രവർത്തനക്ഷമതയെ ബാധിച്ചിരുന്നു. ഈ നീക്കത്തിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ സൈനിക അധിനിവേശ സ്വഭാവം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട്. റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ സൈനിക വിന്യാസവും ബാൾട്ടിക് രാജ്യങ്ങളുമായുള്ള സംഘർഷ സാധ്യതകളും ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങളെ സ്വന്തം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും സ്വന്തമായി ശക്തമായ ഒരു സൈനിക അടിത്തറ കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത ജർമ്മനി തിരിച്ചറിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ അവരുടെ സ്വന്തം പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. യൂറോപ്പിന് അമേരിക്ക നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടികളെ ട്രംപ് പലപ്പോഴും ചോദ്യം ചെയ്യുകയും നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധത്തിനായി കൂടുതൽ പണം ചെലവഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ആഗോള സാഹചര്യങ്ങളാണ് നിർബന്ധിത സൈനിക സേവനം പുനരാരംഭിക്കുന്നതിലൂടെ സൈന്യത്തിന്റെ അംഗബലവും പരിശീലന നിലവാരവും ഉയർത്താമെന്ന ചിന്തയിലേക്ക് ജർമ്മൻ സർക്കാരിനെ നയിച്ചത്. അടുത്ത മാസം ജർമ്മൻ ക്യാബിനറ്റിന് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ ബിൽ നിർബന്ധിത സൈനിക സേവനം എങ്ങനെ നടപ്പിൽ വരുത്താമെന്ന് വിശദീകരിക്കുന്നുണ്ട്. പ്രാഥമികമായി സൈന്യത്തിലേക്ക് സ്വയം തയ്യാറായി വരുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൈന്യത്തിന് ആവശ്യമുള്ളത്രയും സന്നദ്ധ പ്രവർത്തകരെ ലഭിച്ചില്ലെങ്കിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിൽ വരുത്തുകയും ചെയ്യും. ഇതൊരു ഡ്രാഫ്റ്റ് സിസ്റ്റം പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് ആവശ്യമുള്ള സൈനികരുടെ എണ്ണം തികയാതെ വരുമ്പോൾ നിർബന്ധിതമായി പൗരന്മാരെ തിരഞ്ഞെടുക്കുന്ന രീതി. ജർമ്മനിയിലെ 18 വയസ്സ് പൂർത്തിയായ എല്ലാ യുവാക്കളും സൈനിക സേവനത്തിനുള്ള സന്നദ്ധതയും സൈന്യത്തിൽ പ്രവർത്തിക്കാനുള്ള സമ്മതവും സംബന്ധിച്ച് ചോദ്യാവലി പൂരിപ്പിച്ച് നൽകണം. എന്നാൽ യുവതികൾക്ക് ഈ ചോദ്യാവലി പൂരിപ്പിക്കുന്നത് നിർബന്ധമാക്കില്ല. 2028 മുതൽ ജർമ്മനിയിലെ എല്ലാ യുവാക്കളും അവരുടെ കായികക്ഷമത സൈനിക സേവനത്തിന് ഉതകുന്നതാണോ എന്നറിയാനുള്ള പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും. അവർക്ക് സൈനിക സേവനത്തിൽ താല്പര്യമില്ലെങ്കിലും ഈ പരിശോധനകൾക്ക് വിധേയരാകേണ്ടതായി വരും. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആവശ്യമെങ്കിൽ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ജർമ്മൻ സൈന്യത്തിന്റെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പല പ്രതിരോധ വിദഗ്ധരും സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് അത്യാവശ്യമാണെന്ന് വാദിക്കുന്നു. റഷ്യൻ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് അവർ പറയുന്നു. ഫ്രെഡറിക് മെർസ് നയിക്കുന്ന കൺസർവേറ്റീവ് പാർട്ടികൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ എപ്പോഴും മുൻതൂക്കം നൽകുന്നവരാണ്. ചില പൗരന്മാർക്ക് രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിച്ചതിനാൽ ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നിർബന്ധിത സൈനിക സേവനം രാജ്യത്തിന്റെ സമാധാനപരമായ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും പഴയ കാലഘട്ടങ്ങളിലേക്ക് രാജ്യത്തെ തിരികെ കൊണ്ടുപോകുമെന്നും ആശങ്കയുണ്ട്. യുവതികളെ ഈ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ലിംഗസമത്വത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണോ എന്നതാണ്. ഒരാധുനിക ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം ഇളവുകൾ ഉചിതമാണോ എന്ന് അവർ ചോദ്യം ചെയ്യുന്നു. ജർമ്മനി നിർബന്ധിത സൈനിക സേവനം തിരികെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ സഖ്യത്തിനും വലിയ സ്വാധീനം ചെലുത്തും. റഷ്യൻ ഭീഷണി നേരിടുന്ന മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളും സമാനമായ നയങ്ങൾ ഇതിനകം നടപ്പിലാക്കുകയോ ആലോചിക്കുകയോ ചെയ്യുന്നുണ്ട്. ജർമ്മനി യൂറോപ്പിലെ ഒരു പ്രധാന സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഈ നീക്കം നാറ്റോ സഖ്യത്തിലെ മറ്റ് അംഗരാജ്യങ്ങൾ അവരുടെ പ്രതിരോധ നയങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ പ്രോത്സാഹനമാകും. നാറ്റോയുടെ മൊത്തത്തിലുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അമേരിക്കയുടെ സംരക്ഷണത്തെ മാത്രം ആശ്രയിക്കാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സ്വന്തം നിലയിൽ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നു. പുതിയ ബിൽ ക്യാബിനറ്റിന്റെ അംഗീകാരം നേടുകയും പിന്നീട് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്യും. പാർലമെന്റിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട്. നിയമമായി മാറുന്നതിന് മുൻപ് ബില്ലിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. ജർമ്മനിയുടെ ഈ നീക്കം റഷ്യയ്ക്ക് ഒരു ശക്തമായ സന്ദേശം നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധത്തിൽ കൂടുതൽ ഗൗരവത്തോടെയും സ്വന്തം നിലയിലും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഇത് കാണിക്കുന്നു. ജർമ്മനിയുടെ സാമ്പത്തിക ശക്തി കണക്കിലെടുക്കുമ്പോൾ അവരുടെ സൈനിക ശേഷിയിലെ വർധനവ് യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള സുരക്ഷാ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഈ നിർബന്ധിത സൈനിക സേവനം ജർമ്മൻ യുവജനങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തും, സൈന്യത്തിന്റെ കാര്യക്ഷമത എത്രത്തോളം വർദ്ധിപ്പിക്കും, മറ്റ് സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതെല്ലാം വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു പുതിയ സുരക്ഷാ സാഹചര്യത്തിലേക്ക് ജർമ്മനി കടക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്.